ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ആദ്യമായിട്ട് സോയാ ചങ്ക്സ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഈ സോയാ ചങ്ക്സിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ്. ഇത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചാൽ ഇത് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. അതുകൊണ്ടാണ് ആദ്യം ഉപ്പിട്ടിട്ട് ഇത് റെഡിയാക്കുന്നത്. ഇതിലേക്ക് നകക്ക വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായി ഇളക്കി അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് വേകും. അത് വെന്തതിന് ശേഷം നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഊറ്റിയെടുക്കണം. വെള്ളത്തിൽ നിന്ന് അത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് കഴുകിയെടുക്കണം. പച്ചവെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ആ ഒരു കട്ട് പോലത്തെ ഒരു സംഭവമുണ്ട്. ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ കറി ഇഷ്ടപ്പെടാതെ വരുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് നമ്മൾ ആദ്യം തന്നെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫ്രൈ ആയി എടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ നമ്മൾ ആദ്യം അതിലേക്ക് ഒഴിക്കണം. ഇത് പാകമായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ആ എണ്ണ പുറത്തേക്ക് വരും. അതാണ് അതിൻ്റെ കണക്ക്. ഇത് നന്നായിട്ട് വറന്ന് കഴിയുമ്പോഴേക്കും ആ എണ്ണ പുറത്തോട്ട് വരും. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, സവോള, കറിവേപ്പില, തക്കാളി, മല്ലിപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി, ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പാനിൽ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ കണ്ടോ, കുറേശ്ശെ എണ്ണ അതിൻ്റെ ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ആ എണ്ണ വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. ഈ സോയാബീൻ ഇത് നല്ല ക്രിസ്പി ആകും. ഇത് നന്നായിട്ട് വറന്ന് കഴിയുമ്പോഴേക്കും അതിനുശേഷം നമ്മൾ ആ പാനിൽ തന്നെ കടുകിട്ട് ഇതിൻ്റെ മസാല മൂപ്പിക്കാനായിട്ട് ആ എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. അത് തികഞ്ഞില്ലെങ്കിൽ മാത്രം അതിനാവശ്യമായ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഇതിലേക്ക് തന്നെ നമുക്ക് അത് റെഡിയാക്കാം. അതിനായിട്ട് ആ പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ കടുകിടുന്നു. കടുകൊന്ന് പൊട്ടണം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നു. സവോളയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരണം. കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി. സവോളയൊന്ന് മൂക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. എന്നിട്ടിനി നന്നായിട്ടൊന്നും കൂടെ ഇത് മൂപ്പിച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് വഴന്ന് റെഡിയായി വരണം. കറിവേപ്പിലയും കൂടെ നമുക്ക് അതിലേക്ക് ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞളിട്ട് തിളപ്പിച്ചതുകൊണ്ട് കുറച്ച് മതി. ഒരു 1.5 ടീസ്പൂൺ മതി മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു എരിവിൻ്റെ ആവശ്യാനുസരണം അത് മാറ്റാം. പിന്നെ നമ്മളതിലേക്ക് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നു. ഈ തക്കാളിയുടെ വെള്ളവും കൂടെ കൂടിയിരുന്നത് നന്നായിട്ട് വഴണ്ടി വരണം. ആ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എണ്ണയും കൂടെ അതിലേക്ക് ഈ ടൈമിൽ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മൂപ്പിച്ചു. അത് മൂത്തതിന് ശേഷം നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ സോയാബീൻ ഇടുമ്പം അതിലേക്ക് പറ്റി അതും കൂടെ ഇരുന്നിട്ട് വേണം അത് പിടിക്കാനായിട്ട്. ആ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന
സോയാബീൻ ഇട്ട് കൊടുക്കുന്നു. സോയാബീൻ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് നന്നായി മിക്സാക്കി അരപ്പെല്ലാം ഈ സോയാബീനിലേക്ക് പറ്റണം. ആ അരപ്പ് സോയാബീനിലേക്ക് പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിരുന്നിട്ട് ഈ വെള്ളമെല്ലാം പറ്റി ഇതിങ്ങനെ തോർന്നു വരണം. ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പില എപ്പോഴും നല്ല സാധനമാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ച് തോർത്തിയെടുക്കണം. ഇത് വളരെ നല്ല ഒരു കറിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.